എൻ്റെ മറ്റൊരു ക്വിസിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. നാളെ എല്ലാവർക്കും പരീക്ഷയാണെന്നറിയാം. ഞാൻ കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നെന്നല്ല കുറച്ച് ചോദ്യങ്ങളിങ്ങനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കാം. ഇത് അതിലെ ആദ്യത്തെ വീഡിയോ ആണ്. എൻ്റെ വീഡിയോ ഉണ്ടാക്കി കഴിയുന്നതിനനുസരിച്ച് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ക്ലിക്ക് ചെയ്തു വെച്ചാൽ ഇന്ന് മറ്റ് വീഡിയോസ് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒരു കീയിലെ രണ്ടാമത്തെ അക്ഷരം കിട്ടാൻ എന്ത് ചെയ്യണം? അതായത് കീബോർഡിൽ നമ്മളുടെ ഒരു കീ ഉണ്ടാവും. അതിപ്പോൾ വലിയ അക്ഷരം എ, ക്യാപിറ്റൽ ലെറ്റർ എ ആയിരിക്കും. അപ്പോൾ സ്മോൾ ലെറ്റർ എ കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദ്യം. അതുപോലെ തന്നെ മലയാളത്തിലായാലും ശരി, മലയാളത്തിലിപ്പോൾ ഡി എന്നുള്ള അക്ഷരമാണെന്ന് വെച്ചാൽ ചന്ദ്രക്കലയാണ്. പിന്നെ എന്തോ ചെയ്തു വെച്ചാൽ നമുക്ക് ആ എന്നുള്ള അക്ഷരം കിട്ടും. അപ്പോൾ അതെന്താണ്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നിങ്ങൾ ചോദ്യങ്ങൾ ആദ്യം കേൾക്കുക, അതിനുശേഷം ഉത്തരം എഴുതിയ ശേഷം മാത്രം നിങ്ങൾ ഉത്തരങ്ങൾ കേൾക്കുക. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു വെച്ചാൽ Shift+8 എന്ന് അടിച്ചാൽ, ഇത് മലയാളം ഫോണ്ടാക്കിയിട്ടാണ് പറയുന്നത് കേട്ടോ. മലയാളം ഫോണ്ടാക്കിയിട്ട്, ഫോണ്ടല്ല മലയാളം ആക്കിയിട്ട് Shift+8 എന്ന് അടിച്ചാൽ ഏതക്ഷരമാണ് നിങ്ങൾക്ക് ലഭിക്കുക? അടുത്ത ചോദ്യം, Shift+ ഡോട്ട് അടിച്ചാൽ ഏതക്ഷരമാണ് കിട്ടുക? അടുത്ത ചോദ്യം, Shift+V എന്നടിച്ചു വെച്ചാൽ ഏതക്ഷരമാണ് നിങ്ങൾക്ക് ലഭിക്കുക? ഇപ്പോൾ പറയുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ മലയാളം എന്നാക്കിയിട്ടുള്ള, അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. ഞാനിവിടെ പറയുന്നത് ഇതെല്ലാം മലയാളം എന്നാക്കിയിട്ട് ആക്കുമ്പോൾ കിട്ടുന്ന നമ്മൾ മലയാള അക്ഷരങ്ങളെ പറ്റിയാണ് ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. Shift+V എന്ന് പറയുന്ന അടിച്ചാൽ ഏത് മലയാളം അക്ഷരമാണ് കിട്ടുക എന്നാണ് ചോദ്യം. അടുത്ത ചോദ്യം, Shift+X എന്നടിച്ചു വെച്ചാൽ ഏതാണ് മലയാള അക്ഷരം കിട്ടുക എന്നുള്ളതാണ്. അടുത്തത്, ബാക്ക്വേർഡ് സ്ലാഷ് അടിച്ചു വെച്ചാൽ ഏതക്ഷരമാണ് ലഭിക്കുക? മലയാളത്തിലെയാണ് ഇതും. അടുത്ത ചോദ്യം, എന്താണ് ആണവ ചില്ല്? എന്താണ് ആണവ ചില്ല്? ഉത്തരങ്ങളിലേക്ക് പോകാം. ഒരു കീയിലെ രണ്ടാമത്തെ അക്ഷരം കിട്ടാൻ എന്ത് ചെയ്യണം? ഇപ്പോൾ മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും കീബോർഡിൽ എ എന്ന അക്ഷരം അടിച്ചു വെച്ചാൽ നമുക്ക് സ്മോൾ ലെറ്റർ ആയിരിക്കും കിട്ടുക. അപ്പോൾ ക്യാപിറ്റൽ എ കിട്ടാൻ എന്ത് ചെയ്യണം? Shift+ കീ അടിച്ചാൽ മതി. Shift+ കീ. അത് തന്നെ നമുക്ക് ഇംഗ്ലീഷിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ക്യാപ്സ് ലോക്ക് അമർത്തിയാലും മുഴുവനായിട്ട് ക്യാപിറ്റൽ ലെറ്റർ കിട്ടും. മറ്റേത് നമ്മൾ ക്യാപ്സ് ലോക്ക് അമർത്താതെ ചെയ്യുകയാണെന്ന് വെച്ചാൽ എല്ലാം സ്മോൾ ലെറ്റർ ആയിരിക്കും. ഇതുപോലെ മലയാളത്തിലാണ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ നമ്മൾ സെഡ് എന്നുള്ള അക്ഷരം അമർത്തി വെച്ചാൽ എ എന്നുള്ള അക്ഷരമായിരിക്കും കിട്ടുക. Shift+ അമർത്തി വെച്ചാലോ അതുപോലെ എയുടെ ചിഹ്നമായിരിക്കും കിട്ടുക. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് Shift+ കീ, ഏതാണോ കീ ആ കീ അമർത്തി വെച്ചാൽ നമുക്ക് അതിലുള്ള രണ്ടാമത്തെ ലെറ്റർ കിട്ടും. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. മലയാളം കീബോർഡ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ Shift+8 എന്നുള്ളത് ഏതക്ഷരമാണെന്നാണ് ചോദ്യം. ഇൽ എന്ന അക്ഷരമാണ് Shift+8 എന്ന് നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്നത്. Shift+8 എന്ന് അമർത്തുമ്പോൾ മലയാളം കീബോർഡിൽ ഇൽ എന്ന ചിഹ്നമാണ് നമുക്ക് ലഭിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. Shift+ ഡോട്ട് അമർത്തുമ്പോൾ ഏതാണ് അക്ഷരം വരിക എന്നാണ്. മലയാളത്തിലാണ് പറയുന്നത്. ഈ വീഡിയോയിലെ മുഴുവൻ മലയാളത്തിലെ അക്ഷരങ്ങളെ പറ്റിയാണ് പറയുന്നത്. Shift+ ഈ ഡോട്ട് ചെയ്യുമ്പോൾ ഇൽ എന്നുള്ള അക്ഷരമാണ് നമുക്ക് ലഭിക്കുക. Shift+ ഡോട്ട് ചെയ്താൽ ഇൽ എന്നുള്ള അക്ഷരമാണ് നമുക്ക് ലഭിക്കുക. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് Shift+V എന്നുള്ളത് ഏതക്ഷരമാണ് എന്നാണ്.
ഷിഫ്റ്റ് പ്ലസ് വി എന്ന് പറഞ്ഞാൽ എൻ എന്നുള്ള അക്ഷരമാണ് മലയാളത്തിൽ കിട്ടുക. അടുത്തത് ഷിഫ്റ്റ് പ്ലസ് എക്സ് എന്നുള്ളത് ഏതക്ഷരമാണ് നമുക്ക് ലഭിക്കുക? ഷിഫ്റ്റ് പ്ലസ് എക്സ്. ഷിഫ്റ്റ് പ്ലസ് എക്സ് അമർത്തുമ്പോൾ നമുക്ക് ഇൻ എന്നുള്ള വാക്കാണ്, ഇൻ എന്നുള്ള ചില്ലക്ഷരമാണ് നമുക്ക് ലഭിക്കുക. ബാക്ക് സ്ലാഷ് അമർത്തുമ്പോൾ ഏതക്ഷരമാണ് കിട്ടുക എന്നാണ് അടുത്ത ചോദ്യം. ബാക്ക് സ്ലാഷ് അമർത്തുമ്പോൾ ഇർ എന്നുള്ള അക്ഷരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞത് 5 ചില്ലക്ഷരങ്ങളാണ് പറഞ്ഞത്. ഷിഫ്റ്റ് പ്ലസ് 8, അതുപോലെ ഷിഫ്റ്റ് പ്ലസ് വി, ഷിഫ്റ്റ് പ്ലസ് എക്സ്, പിന്നെ ഷിഫ്റ്റ് പ്ലസ് ഡോട്ട്, വെറും ഏതാണ് ബാക്ക് സ്ലാഷും അമർത്തിയാൽ കിട്ടുന്ന 5 ചില്ലക്ഷരങ്ങളെ പറ്റിയാണ് ഞാനിവിടെ പറഞ്ഞത്. അവസാന ചോദ്യം എന്താണ് ആണവച്ചില്ല് എന്നായിരുന്നു. ആണവച്ചില്ല് എന്ന് പറഞ്ഞു വെച്ചാൽ മലയാളം യൂണിക്കോഡിൽ ചില്ലക്ഷരം ടൈപ്പ് ചെയ്യുന്നതിന് 3 കോഡ് പോയിന്റ് ഉപയോഗിച്ചുള്ള രീതിയാണ് നിലവിൽ മുൻപുണ്ടായിരുന്നത് അങ്ങനെയായിരുന്നു. ഇതിനു പകരം ഒറ്റ കോഡ് പോയിന്റ് ഉപയോഗിച്ചുള്ള ചില്ലുകളെയാണ് ആണവച്ചില്ല് എന്ന് പറയുന്നത്. അതായത് ചില്ലുകൾ നമ്മൾ കൂട്ടക്ഷരങ്ങൾ എഴുതില്ലേ, അതുപോലെയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. കൂട്ടക്ഷരങ്ങൾ ഇപ്പോൾ ക എന്ന് എഴുതുകയാണെന്ന് വെച്ചാൽ ക, ചന്ദ്രക്കല, ക, അങ്ങനെ. അതായത് കെ, ഡി, പിന്നെ വീണ്ടും കെ അടിക്കണം. അതുപോലെയായിരുന്നു മുൻപ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് എങ്ങനെയാണെന്ന് ചോദിച്ചു വെച്ചാൽ നമുക്ക് ഷിഫ്റ്റ് പ്ലസ് അടിച്ച് അങ്ങനെ കിട്ടുന്നതിനെയാണ് ആണവച്ചില്ല് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനു മുമ്പുള്ള ഉത്തരങ്ങളെല്ലാം ഞാൻ ഒന്നുകൂടി സ്ക്രീനിൽ കാണിക്കുകയാണ്. ആവശ്യമുള്ളവർ എഴുതിയെടുക്കുക. ഷിഫ്റ്റ് കീ അടിച്ചു വെച്ചാൽ നമുക്ക് അതായത് കീബോർഡിൽ അക്ഷരങ്ങൾ മാറ്റാൻ പറ്റും. വലിയ അക്ഷരവും ചെറിയ അക്ഷരവും എന്നുള്ളത്, ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ. പിന്നെ ബാക്കി എല്ലാം 5 എണ്ണത്തിൻ്റെയും ഞാൻ ചില്ലക്ഷരങ്ങളുടെയും കീബോർഡ് ഏതിലാണ് ടൈപ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ വീണ്ടും നമസ്കാരം, നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.